ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡേ ഇൻ മൈ ലൈഫിലെ ഡേ 4 സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4ാമത്തെ ദിവസമാണെന്ന്. ഞാൻ വിചാരിച്ചത്ര സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ദാറ്റ്സ് നോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവാം. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും, സപ്പോർട്ട് ചെയ്യാത്ത വെറുതെ സപ്പോർട്ടിൽ ഇങ്ങനെ തിരിഞ്ഞളിക്കുന്നവർ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വട്ടവർ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവാം. അപ്പം വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. കറക്റ്റ് വ്ളോഗ് എടുക്കണം, അത് പിറ്റേന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. ചില സാങ്കേതിക തകരാറുകൾ കാരണം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റലില്ല. നല്ല മഴയാണ്, അതിനെക്കൊണ്ടും റേഞ്ചും കാര്യങ്ങളൊക്കെ നല്ല കുറവാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ്, അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് കറക്റ്റ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സാങ്കേതിക തകരാറുകൾ കാരണം ഒന്നും അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ ദിവസം മടി പിടിച്ചിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ മതി, പിന്നെ എഡിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒപ്പരാണ് ജിമ്മിലേക്ക് വന്നത്. ഒരു 9:30 ഒക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും ഒപ്പം തന്നെ വാമ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇത് രണ്ടുപേർക്കും 2 സെക്ഷനാണ്. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ രണ്ടാളതും ഒന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സപ്പോർട്ടിങ്ങിന് ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് ഡെയിലി കറക്റ്റ് പോകാനുള്ളൊരു ഇതൊക്കെ തോന്നും. പേർക്കും 2 സെക്ഷൻ ആയതുകൊണ്ട് രണ്ടാളും 2 കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പിന്നെ ലേഡി ട്രെയിനർ ഉണ്ട്, ഷാക്ക് അതേമാതിരി ജെൻസിന് ട്രെയിനറും ഉണ്ട്. പിന്നെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ആരോട് ചോദിച്ചാലും നമുക്ക് എന്തൊക്കെയാണ് വർക്കൗട്ട് എന്നുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരും. നല്ല അടിപൊളി ട്രെയിനേഴ്സാട്ടോ. എല്ലാ കാര്യത്തിനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ കറക്റ്റ് പറഞ്ഞുതരും. നാളെ വരാനുള്ളൊരു മോട്ടിവേഷൻ തന്നിട്ടാണ് വിടുക, നാളെ കാണാം എന്നുള്ള ഒരു ഇതും കൂടി പറഞ്ഞിട്ടാണ് വിടുക. അപ്പം എൻ്റെ ഓരോ വർക്കൗട്ട് ചെയ്യും, അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് വന്ന് വീഡിയോ എടുക്കും. ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു 1 മിനിറ്റ്സോ 2 മിനിറ്റ്സോ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നെപ്പോലത്തെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ഓരോന്നൊക്കെ ചെയ്യാനുള്ളൊരു ഇത് കഴിയും. ചിലവർക്ക് ഇതാമാതിരി ഒറ്റ സ്ട്രക്ചറിൽ ഒന്ന് കഴിയുമ്പോൾ ടൈമൊന്നും ഇല്ലാത്തവരങ്ങനെയാണ്. ഒന്ന് കഴിയുമ്പോഴത്തേനും അടുത്തത്. അപ്പോഴത്തേനും നമുക്ക് അടുത്ത് ചെയ്യാനുള്ളൊരു ചെറിയൊരു റെസ്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെയ്യാനുള്ളത് കഴിയും. മറ്റേത് ആ മസിൽ ഫുള്ളും ഒരു മസിലിനാണല്ലോ ഡെയിലി കളിക്കുക. അപ്പോൾ ആ മസിൽ തന്നെ ഡെയിലി കളിക്കുമ്പം നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് അടുത്തയിലേക്ക് പോകുമ്പോൾ കുറച്ചൊരു പെയിൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടൊക്കെ ചെയ്ത് കളിക്കുമ്പം നല്ലപോലെ കളിക്കാൻ കഴിയും. അപ്പം ഇനി മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്തത് രണ്ടാളും ഒരേ തന്നെ വരുന്ന ദിവസം വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ്യണം എന്നാണ്. അപ്പോൾ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷാനെ കുറച്ച് നേരമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത്, കാരണം നമ്മളെ മാതിരി 5ഉം 10ഒന്നല്ലല്ലോ ഒരു വെയിറ്റ് എടുക്കുന്നത്, ഒരു 50, 60 അങ്ങനത്തെ വലിയ വലിയ വെയിറ്റ് എടുക്കുന്നവരാണല്ലോ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം.
പിന്നെ ഷാ ഉള്ള ദിവസം എൻ്റെ മെയിൻ പരിപാടിയാണ് ഈ പ്രോട്ടീൻ പൗഡർ മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുക. അതിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. സാധനമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പൗഡറും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഓൾറെഡി ബോട്ടിലിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കൽ എൻ്റെ മെയിൻ പരിപാടിയാണ്. അപ്പം ഇന്നത്തെ നമ്മൾ ഏകദേശം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പം ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത മാതിരി ഒന്നല്ല കാര്യങ്ങൾ പോകണേ. ഇവിടെ രാവിലെ ഞങ്ങൾ വിചാരിച്ച് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നായിരുന്നു. ഒരു റിലേറ്റീവ് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസമായിട്ട് സീരിയസ് ആയിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഓരോരുത്ത് പോകണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ രണ്ടാളും വർക്കൗട്ടൊക്കെ വേഗം തീർത്ത് വേഗം പോകാം എന്നുള്ള ഒരു മൈൻഡിലാണ്. കാരണം മൈൻഡ് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാം പണികളൊക്കെ തീർത്തിട്ട് പോകണം എന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് രാവിലെ ജിമ്മിൽ വന്നു. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് അറിഞ്ഞത് ഒരു നോ മോർ വിത്ത് അസ്. അപ്പോൾ ഇനിയിപ്പോൾ മയ്യത്തിന് എടുക്കുന്ന ടൈം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പോകാമെന്നാണ്. അപ്പോൾ വീട്ടിൽ വന്ന് നമ്മളെ മെയിൻ പരിപാടി തന്നെ കോഴിമുട്ട പൊളിക്കുക. എങ്ങനെ ആയാലും ഒരു 10 കോഴിമുട്ട ഡെയിലി ഉണ്ടാവും പൊളിക്കാൻ വേണ്ടിയിട്ട്. അത് പൊളിച്ച് കഴിക്കും. അങ്ങനെ രണ്ടാളും കൂടി കേട്ടോ, 10 കോഴിമുട്ട ഒറ്റയടിക്ക് കഴിക്കൊന്നുമില്ല. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ 5 വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം നമുക്കിന്ന് വീട്ടിൽ പോകണം, അവിടുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ എന്നൊക്കെയായിരുന്നു പ്ലാനിങ്. അപ്പം പക്ഷെ ഇങ്ങനെയൊക്കെ ആയി തീർന്നല്ലോ. അപ്പം ഇനി എന്തായാലും എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം. പിന്നെ ഇത് മയത്തെടുക്കുന്ന ടൈമൊക്കെ നോക്കിയിട്ട് പിന്നെ ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ എന്തായാലും വൈകുന്നേരമാണെന്ന് പറഞ്ഞപ്പം എന്തായാലും വീട്ടിൽ പോകാമെന്നുള്ളതായതുകൊണ്ട് ഞങ്ങളിതാ ഒന്ന് വീട്ടിൽ പോയി. ഒരു 12:30 ആ ഒരു ടൈമിലാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഏതായാലും കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഒരു മരണമുണ്ട്, അവിടെ പോകണം. റിലേറ്റീവ് 2 ദിവസമായി സീരിയസ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ വിചാരിച്ചിരുന്നു ഒന്ന് അവരെ പോയി കാണണം ഹോസ്പിറ്റലിൽ എന്നുള്ളത്. പക്ഷേ ദേർസ് നോ മോർ വിത്ത് അസ്. അതങ്ങനെയാണല്ലോ, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ നമ്മൾ നടക്കാറുള്ളത്. അപ്പം മരിച്ചോടത്തൊന്ന് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം. അതന്നെ ഇന്നത്തെ പരിപാടി. വീട്ടിൽ പിന്നെ ഓരോന്നുമില്ല, ഓരൊക്കെ മരിച്ചോടത്ത് പോയതായിരുന്നു. അപ്പം വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മളൊരു 2 o'clock ഒക്കെ ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം മഴേൻ്റെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ അൽഹംദുലില്ലാ നമ്മൾ അവിടെ എത്തുന്ന വരെ മഴ ഒന്നുമില്ലായിരുന്നു. പിന്നെ അവിടെ പോയി 4-4:30 ആയിരുന്നു മയ്യത്ത് നിസ്കാരവും കാര്യങ്ങളും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 5-5:30 ഒക്കെ ആയിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ. കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. പുറത്ത് നല്ല മഴയാണ്. അപ്പം സൗണ്ടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. ദാറ്റ്സ് ഇഗ്നോർ ദാറ്റ് വൺ. അങ്ങനെ അവിടുന്ന് മരിച്ചോടത്തുനിന്ന് പിന്നെ കസിൻ്റെ വീട്ടിലേക്ക് പോയി. കസിനെ കെട്ടിച്ച വീട്ടിൽ പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ബർഗർ ഷവർമ ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോകാം. ഫ്രണ്ടും വൈഫും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നേരെ ടൗണിലേക്ക്. പിന്നെ ബൈപ്പാസ് ഉള്ളതുകൊണ്ട് പിന്നെ വേറൊരു കുഴപ്പമില്ല, വേഗം ടൗണിൽ. ഇപ്പം മലപ്പുറമല്ല ഞങ്ങൾ പോയത് പരപ്പനങ്ങാടി, ചെമ്മാട് ടു അല്ലെങ്കിൽ തലപ്പാറ മുതൽ ഇവിടെ വരെ കോഴിക്കോടൊക്കെ എത്താന്ന് പറഞ്ഞപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ കാറിലൊന്നുമല്ലല്ലോ, അപ്പം ബൈക്കിനായതുകൊണ്ട് പിന്നെ എത്തും ചെയ്യും. പിന്നെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്കിനൊക്കെ പോകുമ്പോൾ പാട്ടിടാൻ കഴിയില്ലല്ലോ. ഹെഡ്സെറ്റൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മഴ ആയതുകൊണ്ട് ഹെഡ്സെറ്റിനൊന്നും വെക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ പിന്നെ പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ച് പോയി. കുറേ ഒരു മയത്തിടാൻ പറ്റിയ നല്ലൊരു ചെരുപ്പ് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സുഡിയോയിലേക്ക് ഓരോടും പറഞ്ഞ് സുഡിയോയിലേക്ക് എത്താൻ. അപ്പോൾ അവിടുന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ചു. ഒരു കഫേയിൽ പോയി ഹസ്റ്റോയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് പിന്നെ NYC ബേക്കേഴ്സ് നമ്മളെ കേക്കൊക്കെ കിട്ടുന്ന അവിടെ പോയി അവിടുന്ന് കേക്കൊക്കെ പേസ്ട്രീസൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മളെ ഡേൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണ്ട. അപ്പം ഓക്കെ ബൈ.